ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അതിൽ കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി, കാശ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ട ഇനി എത്തിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട, പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കയ്യെ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തോണ്ട് വരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ല, അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നിട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റ്. സാറ് പോയിക്കോ. തിന്നാ തൂറ എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. തുറക്കണോ അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാൻ? തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുമില്ലേ? ടോമംഗളല്ലേ? ഞാൻ കേട്ടി മാധു ചെറുക്കന്റെ അച്ഛൻ. ചെറുക്കന്റെ അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരെ ഇരിക്കാനൊന്നും സമയമില്ല. എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയ കല്യാണം നടക്കില്ലേ, പരിചയമില്ലാത്ത സ്ഥലവും, അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104? അവിടെ ആരാണ്? 104 എന്റെ ബന്ധു. ഓ, അത് ശരി. അപ്പൊ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടു തരണം. അപ്പൊ 104 104 50,000 കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. നീ ആ ടോമംഗളിലൊന്ന് വിളിക്കണം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. ഓഫി ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയൊരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂം ഒന്ന് കണക്ട് ചെയ്യോ? ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി, ഞാനിവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി, കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 2219 ആണ്. ക്യാഷ് റെഡിയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കായിരുന്നു. ഓ, അത് ശരി. എന്ന് ഞാൻ അങ്ങോട്ട് വരാം. വരൂ. ഇരിക്കൂ കേട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ, എനിക്ക് തമാശ വലിയ ഇഷ്ടാ. ഇരിക്കൂ കേട്ടോ. സഹകരിക്ക്. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? ടോമംഗൾ നിങ്ങളുടെ ഭാര്യയെ പിടിച്ചെന്നോ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലു കൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്, കാണെങ്കിൽ വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേക്കണേ? ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ഛ സമാധാനിക്ക്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ കാലം തല്ലി പിടിക്കും, പിന്നെ അവൻ ജീവിതത്തിൽ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കൂല. ഓ, ബഹളം ഉണ്ടാക്കരുത്. ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ. പറ്റിയ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഒരു 5-10 പേരെ കൂടുതൽ തരാം. 5-10 എനിക്ക് കൂടുതൽ കിട്ടാൻ പോണോണ്ടല്ല, അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോ കണ്ണടക്കുന്നു. എനിക്ക് നല്ല ദുഃഖമുണ്ട്. എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കലോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ താമസിച്ചത്? സോറി. വരൂ. ഞാനിവിടെ ഇരിക്കട്ടെ? ഓക്കെ, ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? ഏത് വീട്ടിലെ? വീടും നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കൊള്ളൻ, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിക്കാം. May I come in, sir? Yes.
Can I make the tea, No, sir? no. Okay, sir. എവിടെ പോയി Sir, bill, please, sir. പിന്നെ ഇപ്പം പിന്നെ എന്നെ കൊല്ല് എന്നെ കൊല്ല്. നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചെറുക്കന്റെ അച്ഛൻ പണം കൊടുക്കാൻ പറഞ്ഞ പണം കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തന്നോടെയാണ് ഭാര്യയെ കയറി പിടിക്കാൻ പറഞ്ഞോ? ഭാര്യ കയറി പിടിച്ചോ? എടോ താരം മാത്തച്ഛന്റെ ഭാര്യയെ കയറി പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല പ്രജിത്ത. ഇന്നാണ് ഒരുത്തൻ ഇവിടെ കയറികളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നിയാ ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രജിത്ത. കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണ്ണമേ കയറി പിടിച്ച എന്തിനാന്നാ ചോദിക്കുന്നേ? ഞാൻ കാശ് കൊണ്ട് ആരുടെയും മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത്? അവനെ ഇങ്ങോട്ട് വിളിക്കേ, കൂട്ടിരുത്തി ചോദിക്കാം. ഒരുവിധം ഒതുക്കി വിട്ടതാ. ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. 10-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണോ തന്നെ നെറ്റി ചുമന്നിരിക്കുന്നേ? അത് നെറ്റിയൊന്നും ചോര പിടിച്ചു. പിന്നെന്താ തന്നെ ചോരയ്ക്ക് ഒരു വാസന? അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഈയുടെ ചോര നാറണല്ലോ. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് വാ. നടക്കേ. എവിടെ? അയ്യോ ഏതായുള്ള എന്റെ അമ്മേ, എനിക്കറിയില്ല. താൻ അറിയാതെ തന്റെ അലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ഇവൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ, ഏതാണ് നീ? അടിച്ചതിന്റെ കരുതക്കുട്ടി തിരിക്കും ഞാൻ. കക്ക വന്നതായിരിക്കും. പോലീസിനെ വിളിക്കേ. കക്കാനും മോട്ടിക്കാനും ഒന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചോ? ആ, താൻ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൊണ്ട് അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ? അല്ല, അത് ഇനി ഒറ്റ അക്ഷരം പറ്റി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. എന്നെ കൊല്ലല്ലേ, കൊല്ല്. കണ്ട തേ പിടിച്ചുകളെല്ലാം പിടിച്ച് മുറി കയറ്റിട്ട് കുടുംബത്തിന്റെ മാനങ്ങളെ ഇറങ്ങിയിരിക്കുന്ന അച്ഛത്തെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? ഇറങ്ങി പോടി പിഴച്ചവളെ. ഇവള് മറ്റേ കേസാ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെട തന്നെയാ. എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന ഞാനല്ല എല്ലാരോടും വിളിച്ചു പറയും. പറഞ്ഞേക്കാം. അയ്യോ, ഇന്ന് അവസാനിപ്പിക്കും ഈ ബന്ധം. എനിക്ക് ഈ നാണക്കെട്ട ജീവിതം വേണ്ട. എന്റെ പ്രജിത്ത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ചെന്നെ മുമ്പിൽ നിർത്ത്. അയാൾ പറഞ്ഞിട്ടാ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചത്. അയാൾക്കറിയാം ഇവളെ. സത്യം അയാൾ പറയും. Sir, bill. അയ്യോ, എന്റെ സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ലാന്ന്. മുഖത്ത് നോക്കി കള്ളം പറയുന്നു ആ പന്നെ. കൊല്ലും. താൻ ഈ കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാറോ? കള്ളം പറയുന്നത്. ഇനി ഒരു അക്ഷരം മിണ്ടിയാ തന്റെ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ഇങ്ങനെ ഒരു പല നാറ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോള, അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കൊരു ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛനെല്ലാം മറക്കണം. നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. ഓടാ. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG-യുടെ കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും. ഒരു പൊട്ടു ഇരിക്കട്ടെ. അടാട്ടാ, എടാ തീപ്പെട്ടിക്കുള്ളി, താൻ ആളങ്ങട് മിസ് വേൾഡ് ആയില്ലടോ. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നോ തന്റെ ഈ ചേലൊക്കെ? ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഇയാൾക്ക് ഐശ്വര്യ റോയ് അല്ലേ വേണ്ടത്? ഹാ, അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മളെന്തിനാ പിശു കാണിക്കുന്നേ? ആ മാല വെറ്റ് കയ്യില് 10 ചിക്കിളി വന്നിട്ട് വേണം അന്തസ്സായിട്ടൊന്ന് വിലസാൻ. അത് പോട്ടെ, വേറെ റെഡിയാവ്. താഴെ പാർട്ടി തുടങ്ങി. ആ ഫിലിക്സിന്റെ മനസ്സ് നമുക്കൊന്ന് കിട്ടുക്കണ്ടേ?